ഹായ് നമസ്കാരം. ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ചെറിയ കാര്യമല്ല കേട്ടോ, ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ കുറേ ദിവസമായിട്ട് പറയണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനിയും പറയാതിരുന്നാൽ പറ്റില്ല, കാരണം അത്രയും അസഹനീയമായി തുടങ്ങി. അതുകൊണ്ട് പറയാണ്. വേറൊന്നുമല്ല, നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ, ഈ നിമിഷം വരെ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് കുറേ പാവാടതാങ്ങികളും കുറേ വെട്ടുകിളിക്കൂട്ടങ്ങളും വന്നിട്ട് സൈബർ ആക്രമണം നടത്തുകയാണ്. അവരെന്തോ വലിയ മഹാവിജയം അവർക്ക് നേടിയെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ചേച്ചി എന്താണ് മിണ്ടാത്തത്, ചേച്ചി എന്താണ് ചത്ത പോലെ കിടക്കുന്നത്, കുറേ കാലം ദിലീപിനെ തെറി പറഞ്ഞുകൊണ്ട് നടന്നതല്ലേ, റീച്ച് കിട്ടാൻ വേണ്ടി പലതും പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും മിണ്ടാനില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിങ്ങനെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും മിണ്ടണ്ടെന്ന് വിചാരിക്കും തോറും പക്ഷേ നമ്മളെ കൊണ്ട് മിണ്ടിക്കുകയാണ്. മിണ്ടാനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പാവാടതാങ്ങികളെ, മിണ്ടാനില്ലാഞ്ഞിട്ടല്ല മിണ്ടാത്തത്. കാരണം നമ്മളിവിടെ നിന്ന് അവസാനിപ്പിക്കുകയല്ലല്ലോ, നമ്മളിവിടുന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കോടതി വിധി എന്ന് പറയുന്നത് അന്തിമ വിധി അല്ലല്ലോ. ഇനി മുകളിൽ കോടതികളുണ്ടല്ലോ. നമ്മൾ നിയമപോരാട്ടം തുടരുകയാണല്ലോ. അപ്പം നമ്മളിവിടെ സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കാത്തത്. പക്ഷെ നിങ്ങൾ തീരെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ സംസാരിച്ചിട്ടല്ലേ പറ്റുള്ളൂ. എനിക്ക് ആദ്യം സംസാരിക്കാനുള്ള ശ്രീമാൻ ദിലീപിനോടാണ്. അതായത് ഈ PR വർക്ക് കൊടുക്കുന്ന വെട്ടുകിളിക്കൂട്ടങ്ങളെയൊക്കെ ഒന്ന് പൊടിക്കടക്കി നിർത്തുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം കാര്യങ്ങളുടെ കിടപ്പോശം ഏകദേശം നിങ്ങൾക്കറിയാലോ. താരാരാധന മൂത്ത് അന്ധത ബാധിച്ചിരിക്കുന്നവർക്ക് അത് അറിയില്ലെങ്കിൽ പോലും, ഈ ആളുകൾക്ക് അതൊന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടാവുമല്ലോ. നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ ഈ 8 വർഷത്തെ ജേണിയിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിൻ്റെ അന്തിമ വിധിയല്ലെന്ന് നിങ്ങൾക്കറിയാലോ, മുമ്പോട്ട് പോകുമെന്നുള്ളത് അറിയാലോ, സർക്കാരൊപ്പം ഉണ്ടെന്നുള്ളത് പറഞ്ഞതും നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആക്കം കൂടുന്നതാണ്. അപ്പം അതുകൊണ്ട് അത് ഒന്ന് പൊടിക്കടക്കി നിർത്തുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇനി എനിക്ക് പാവാടതാങ്ങികളോട് പറയാനുള്ളത്, നിങ്ങൾ ദിലീപിനെ സിംഹാസനത്തിൽ ഇരുത്തുകയോ താരരാജാവായിട്ട് വാഴിക്കുകയോ ഇനിയിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുമോ, ഇനി പോരാത്തതിന് വേണമെങ്കിൽ വല്ല അമ്പലം പണിത് പ്രതിഷ്ഠയായിട്ട് ആരാധിക്കുകയോ എന്ത് വേണേലും ചെയ്തോളൂ. ഇത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം 8 വർഷം നമ്മൾ ഈ നിയമപോരാട്ടം നടത്തിയിട്ട് പണവും സ്വാധീനവും ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിച്ച് നമുക്ക് നീതി നടപ്പാക്കി തന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതേ നമുക്ക് പറയാനുള്ളത്. നമ്മളിവിടെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനോ PR വർക്കോ ഒന്നും നടത്തിയിട്ടില്ല. ദിലീപിനെ സിനിമ ചെയ്യേണ്ട, ദിലീപ് ഇവിടുന്ന് വാനിഷ്ഡ് ആവണം എന്നുള്ള യാതൊരു തര അജണ്ടയും നമുക്കില്ല. നിലപാടുള്ള ഒരു സമൂഹം നമ്മുടെ കൂടെയുണ്ട്, സർക്കാർ കൂടെയുണ്ട്, ഇനിയും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ആക്രമണം നടത്തുമോ, എന്ത് വേണേലും ചെയ്തു. പിന്നെ ഈ ആക്രമണം നടത്തുന്ന പാവാടതാങ്ങികളോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഈ അതിജീവിതയല്ല ദിലീപിൻ്റെ പേര് പറഞ്ഞത് പോലീസിനോട്. ഈ 3 മാസം കഴിഞ്ഞിട്ടാണ് ദിലീപ് അറസ്റ്റിലാകുന്നത്. ഈ അറസ്റ്റിലാകുന്ന സമയത്തും അയ്യോ ഇത് ശരിയാണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. അത് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നോട് നേരെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് 85 ദിവസം ജയിലിൽ കിടന്ന് പിന്നെ ജാമ്യം കിട്ടാതെ പ്രോസിക്യൂഷനും പോലീസുകാരും നിരത്തിയ തെളിവുകളെല്ലാം കണ്ടപ്പോഴാണ് അല്പമെങ്കിലും ഇയാൾക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ഈ പെൺകുട്ടി തയ്യാറായത്. അപ്പോൾ ഈ പെൺകുട്ടിയല്ല ദിലീപിൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചത്. പോലീസ് കണ്ടെത്തിയതാണ്. പോലീസ് കണ്ടെത്തിയതെന്നും പറയാൻ പറ്റത്തില്ല. പോലീസ് കണ്ടെത്തിയതാണോ എന്ന് നമുക്കറിയില്ല. അതിനു മുന്നേ തന്നെ ഒരു അതിബുദ്ധി ദിലീപ് കാണിച്ചു. പൾസസിന് എഴുതിയ കത്ത് പോലീസിന് നേരെ കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് ഇങ്ങനൊരു കത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മുൻകൂർ ജാമ്യം എടുത്തു. അതായത് ജയിലിലിരുന്ന് കത്ത് എഴുതിയതും കത്ത് കൊണ്ടു കൊടുക്കുന്നതുമായിട്ട് 3-4 പേരുടെ കൈ മറിഞ്ഞു പോയൊരു കത്താണ്. അപ്പോൾ ബുദ്ധിയുള്ള ദിലീപിന് മനസ്സിലാവും ഇത് പലരും അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനൊരു മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് ദിലീപ് കത്തുമായിട്ട് പോലീസിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷമാണ് ഈ കേസിൻ്റെ ഗതി മാറിയത്. അപ്പോൾ അതായത് അതിജീവിതയല്ല ദിലീപിൻ്റെ പേര് പറഞ്ഞത്. അതുകൊണ്ട് ദിലീപിനെ കൊടുക്കണം. ദിലീപിനെ വാനിഷ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു കഥയാണെന്നൊക്കെ പറഞ്ഞ് മാർട്ടിൻ്റെ ഒരു വീഡിയോ കണ്ടു. ഇപ്പോൾ കാണുന്ന വീഡിയോ കാണുന്നില്ല. എന്തായാലും വിധി വന്നതിന് ശേഷം KSRTC ബസ്സിൽ കുറച്ച് പെണ്ണുങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയെന്നും പിന്നെ എറണാകുളത്തപ്പൻ അമ്പലത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും പരാക്രമം മൂത്തുണ്ടാക്കിയ ഒരു വീഡിയോ ആണത്, മാർട്ടിൻ്റെ വീഡിയോ. എന്തായാലും അയാൾ കാണിക്കുന്നത് അയാളുടെ നിലനിൽപ്പിനുള്ള പരാക്രമമാണ്. ദിലീപിന് ഇവിടെ നിന്നു പോകാനുള്ളൊരു പരാക്രമമാണ് അയാൾ കാണിക്കുന്നത്. അതിലൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു തടസ്സവും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോളൂ, നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. കാരണം ഇത് അന്തിമ വിധിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വെട്ടുകിളിക്കൂട്ടങ്ങളെ ഒന്ന് പൊടിക്ക് അടക്കി നിർത്തിയാൽ അത് നിങ്ങൾക്ക് ഉപകരിക്കും. ഇന്ന് തന്നെ ഭാഗ്യലക്ഷ്മി പരാതി കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. നാസിൽ മൂത്തൊഴിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ശോഭാ വിശ്വനാഥ്
പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും പരാതി കൊടുക്കാൻ പോകുന്നത്, കാരണം രാജ്യത്തെ ആദ്യത്തെ ബലാത്സംഗ കൊട്ടേഷൻ്റെ വിധിന്യായം വായിച്ച ഞാൻ ഇനി എന്നെ തെറി വിളിച്ചു എന്നും പറഞ്ഞു ഈ പരാതി കൊടുത്തിട്ട് ഇവിടെ ഒരു തേങ്ങ ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പരാതിക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു പൊടിക്ക് ഒന്ന് അടങ്ങുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളത്, ദിലീപിനോടൊപ്പം നിൽക്കാൻ ഒറ്റ കാര്യം മതി, അന്ധമായ താരാരാധന. പെൺകുട്ടിയോടൊപ്പം നിൽക്കാൻ കുറച്ച് നിലപാടും കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയും കുറച്ച് ധാർമ്മികതയൊക്കെ ഉള്ളവർക്കേ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളുകളാണ് ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്നത്. ഞാനടക്കം ഒരു വലിയ സമൂഹം അവളുടെ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ സത്യത്തിൻ്റെ മുഖം ഒരിക്കലും മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഒരു നാളത് പുറത്ത് വരും. അതിൽ വിശ്വസിക്കുന്നതുകൊണ്ടും ഒരു സത്യത്തിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും ഒരു നിലപാടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ആത്മാഭിമാനത്തോടെ തന്നെയാണ് ഇത്രയും സംസാരിക്കുന്നത്. അപ്പോൾ വെട്ടുകളിക്കൂട്ടങ്ങളോടും പാവാടനാങ്ങികളോടും പറയുവാണ്, വീണ്ടും വീണ്ടും പറയണം, ഒരു പൊടിക്കടങ്ങുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞത് ഓർമ്മയിലിരുന്നോട്ടെ, ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആക്കം കൂടും. നമ്മളിവിടെ അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ശരി, താങ്ക് യു.